ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഏതാണ് ഒരു 30,000 റുപ്പീസ് അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് വാങ്ങാൻ പറ്റിയ സൗണ്ട് ബാർ? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇനി ഒരു 10,000 to 30,000 റേഞ്ചിലുള്ള സൗണ്ട് ബാർസ് നോക്കാം. നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ മിവി, ബോട്ട്, ഗോവോ, സീബ്രോണിക്സ് എന്നീ ബ്രാൻഡുകളൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ 10,000 കടക്കുമ്പോൾ JBL, സോണി, LG, സാംസങ് ഇങ്ങനെയുള്ള ബ്രാൻഡ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും, എസ്പെഷ്യലി 20,000 മുകളിലൊക്കെ. അപ്പോൾ JBL എന്ന് പറഞ്ഞ കമ്പനിയുടെ കുറച്ച് അധികം ആൾക്കാരൊക്കെ വാങ്ങുന്ന മോഡൽസാണ് JBL SBL 190, SB271, 270 അങ്ങനെയുള്ള മോഡൽസ്. അപ്പോൾ ഇതൊക്കെ ഒരു 13,000 പ്രൈസ് റേഞ്ചാണ് വരുന്നത്. വോയിസും വോക്കൽസും കുഴപ്പമില്ലാതെ കേൾക്കാം, പക്ഷേ ബേസ് ലോ ആണ്, എസ്പെഷ്യലി അറ്റൊരു ലോവർ വോളിയൂംസിലൊക്കെ. നമ്മൾ സൗണ്ട് വോളിയം കൂട്ടി വെക്കുമ്പോൾ ബേസ് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് വളരെയധികം വോളിയം ഡിസ്റ്റോർട്ടഡ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ആ ഒരു ബേസ് ക്വാളിറ്റി പോകുകയാണ്. ഇപ്പോൾ ട്യൂണിങ് വല്ലാണ്ട് ഓഫ് ആണെന്നാണ് പല കസ്റ്റമേഴ്സും പറയുന്നത് ഈ മോഡൽസിനെ പറ്റിയിട്ട്. പിന്നെ ഇതിൽ ഡിസ്പ്ലേ ഇല്ല, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എന്തുമാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ഉള്ള പോരായ്മകളൊക്കെ അൺഅക്സെപ്റ്റബിൾ ആണ്. പിന്നെ ഉള്ളത് ഡോൾബി ഡിജിറ്റൽ ഓപ്ഷനുള്ള JBLൻ്റെ ഡീപ്പ് ബേസ് MK2 എന്ന് പറഞ്ഞ മോഡലാണ്. പക്ഷെ അത് നിങ്ങളുടെ ബഡ്ജറ്റ് വീണ്ടും കൂട്ടും, 23,000 റുപ്പീസൊക്കെ കടക്കും. അപ്പോൾ ബേസ് അതിൽ ബൂസ്റ്റഡ് ആണ്, വോക്കൽസ് വളരെ ഫ്ലാറ്റ് ആണ്, മൂവീസൊക്കെ കാണാൻ കുറേ നേരം നമുക്കതിൽ പറ്റും, പക്ഷെ വോളിയം കുറച്ചുകൂടി കൂടിയാൽ നല്ലതായിരിക്കും. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലും JBLന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാണ് പലരും പറയുന്നത്. ആമസോണിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് റീപ്ലേസ്മെൻറ്റ് വിൻഡോക്കുള്ളിൽ നമ്മൾ കൊടുത്താൽ ആമസോൺ റീപ്ലേസ്മെൻറ്റ് തരുന്നില്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ JBL കസ്റ്റമർക്ക് കെയറിനെ കോൺടാക്ട് ചെയ്യാൻ, പിന്നെ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊരു ഡിലേ ഉണ്ട്. അവർ സർവീസ് പേഴ്സണലിനെ, ടെക്നീഷ്യനെ അയക്കാനും, അല്ലെങ്കിൽ അവർ വന്നാൽ തന്നെ വീണ്ടും അത് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ ഒരു സ്പെയർ പാർട്സ് എത്താനും നല്ലൊരു ഡിലേയും കാര്യങ്ങളും ഒക്കെ അവരുടെ പ്രൊസീജിയേഴ്സിലുണ്ട് എന്നാണ് പല കസ്റ്റമേഴ്സും പറയുന്നത് JBLനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു 20,000 അടിയിൽ എനിക്ക് 3 മോഡൽസാണ് കൺസിഡർ ചെയ്യാൻ തോന്നിയത്. ഒന്ന് സോണിയുടെ HD-SR20, 2 ക്രിയേറ്റീവിൻ്റെ സ്റ്റേജ് 360, 3 ബോൾട്ടിൻ്റെ X625. ഇതെല്ലാം നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ സോണിൻ്റെ HD-SR20 ആയിരിക്കും ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലത്. 5.1 സിസ്റ്റമാണ്, സബ്വൂഫർ ഉണ്ട്, സറൗണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്, ഡോൾബി ഡിജിറ്റൽ ആണ്, പിന്നെ ഒരുവിധം എല്ലാ കണക്ടിവിറ്റി ഓപ്ഷൻസും ഉണ്ട്. HDMI, ആർക്ക്, ബ്ലൂടൂത്ത്, ഓക്സ്, ഒപ്റ്റിക്കൽ എല്ലാം കിട്ടുന്നുണ്ട്. ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ ഒരു ഡീൽ ടൈമിൽ നിങ്ങൾക്കിത് ഒരു 12,000 to 15,000 റുപ്പീസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ളൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. വയേർഡ് സ്പീക്കേഴ്സും സബ്വൂഫറും വയേർഡാണ് ആയിരിക്കും കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ സർവീസ് സെൻറ്റർ ഇല്ലാത്ത, റെസ്പോണ്ട് പോലും ചെയ്യാതെ 7,000 മുതൽ ഒരു 10,000 പ്രൈസ് വരെ കൊടുത്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള അങ്ങനത്തെ ബ്രാൻഡ്സ് വാങ്ങാതെ സോണീൻ്റെ ഈ ഒരു മോഡലിന് പോകുന്നതായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലത്. ബഡ്ജറ്റ് 10,000 അല്ലെങ്കിൽ 10ൻ്റെയും 15ൻ്റെയും ഇടയിലുള്ള നോക്കുന്ന ആൾക്കാർക്ക് ഇതായിരിക്കും ഒരു ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റീവിൻ്റെ സ്റ്റേജ് 360 ഡോൾബി അറ്റ്മോസ് ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ ട്രൂ ഡോൾബി അറ്റ്മോസ് ആണോ എന്ന് പറയാൻ പറ്റില്ല, കാരണം 2.1 സ്പീക്കേഴ്സ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ അപ്വേർഡ് ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ടെങ്കിലല്ലേ കുറച്ചും കൂടി ട്രൂ ആയിട്ട് ഡോൾബി അറ്റ്മോസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെയുള്ള ഒരു ഓപ്ഷൻ ബോൾട്ട് കമ്പനീൻ്റെ അടുത്ത് റിലീസായ ഒരു X625 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് കുറച്ച് ലൗഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്, 8 ഇഞ്ച് സബ്വൂഫർ വരുന്ന ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ ബേസ് നല്ലോണം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇവരുടെ സർവീസും നേരത്തെ പറഞ്ഞ പോലെ കണക്കാണ്. ഫിസിക്കൽ സർവീസ് സെൻറ്റേഴ്സ് ഇല്ല എന്ന് വെബ്സൈറ്റിൽ തന്നെ അവർ പറയുകയാണ്. അപ്പോൾ ഓൺലൈൻ സർവീസ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഏകദേശം 16,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൈസയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ഒന്നും ഇല്ലാതെ ഇറ്റ്സ് നോട്ട് വർത്ത് ദ റിസ്ക്. ആ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം കൂടെ നോക്കുമ്പോൾ സോണീൻ്റെ ഈ HD-S20R ആണ് ഒരു വൈസ് ഓപ്ഷനായിട്ട് തോന്നുന്നുള്ളൂ. ഒരു 15,000 റേഞ്ചിൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഈ ഡിസൈൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ HD-S40R മോഡലും ഒക്കെ വേറെ പിന്നെയുള്ളൊരു ഓപ്ഷനാണ്, കുറച്ചും കൂടെ ഒരു മുകളിലേക്കുള്ളൊരു പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഒരു കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈനും ഒരു ലുക്കും ഒക്കെ. ഇനി ഒരു 20,000 റുപ്പീസിന് മുകളിലേക്ക് നോക്കിയാൽ പോൾക്ക് എന്ന അമേരിക്കൻ ബ്രാൻഡിൻ്റെ പോൾക്ക് സിഗ്ന 2S2 എന്ന ഒരു ബ്രാൻഡ് മോഡലുണ്ട്. ഒരു തരക്കേടില്ലാത്ത മോഡലാണിത്. നല്ല വോക്കൽസും ഒരു ചെറിയ റൂമിലൊക്കെ, അതായത് 200 സ്ക്വയർ ഫീറ്റിലൊക്കെ സ്മോൾ ടു മീഡിയം റൂംസിനൊക്കെ പറ്റുന്ന ഒരു മോഡലാണിത്. നല്ല സൗണ്ട് സെപ്പറേഷനും വയർലെസ് സബ്വൂഫറും ഇതിലുണ്ട്. എല്ലാ കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉണ്ട്. ആർക്കില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു മോഡലാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മോഡൽ നോക്കിയപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ
തന്നെ പോൾക്ക് ഇതിൻ്റെ കുറച്ചും കൂടെ മുകളിലുള്ളൊരു മോഡൽ പോൾക്ക് സിഗ്നിയ S3 എന്നുള്ളൊരു മോഡലും സെയിം പ്രൈസ് റേഞ്ചിലാണ് ഓൺലൈൻ കാണുന്നത്. പക്ഷേ കുറച്ചും കൂടെ വാട്ട്സ് കൂടുതലാണ് S2നെക്കാളും. സെയിം ഒരു 20,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് S3 കിട്ടുകയാണെങ്കിൽ അതാണ് എടുക്കുന്നതാണ് നല്ലത്. ഇനി പോരായ്മകൾ എന്താണെന്ന് നോക്കാം. ഇത് നല്ല വലിയ ഒരു റൂമിനോ ഹാളിനോ അത്ര നല്ലതല്ല. പിന്നെ ഡിസ്പ്ലേ ഇല്ല സൗണ്ട് ബാറിൽ. ഒരു LED ലൈറ്റ്സ് ഉണ്ട് ഇൻഡിക്കേഷന്. പിന്നെ ഡോൾബി അറ്റ്മോസും ഇല്ല. പിന്നെയുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് പ്രോ FX എന്ന് പറയുന്ന ഈ ഹോം തിയേറ്ററൊക്കെ സെയിൽ ചെയ്തിട്ട് ഹോം തിയേറ്ററൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരാണ് ഇതിൻ്റെ സർവീസ് പ്രൊവൈഡർ എന്നാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ചില കസ്റ്റമേഴ്സൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സർവീസ് റെസ്പോൺസും ഒട്ടും പോരാ എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ സർവീസ് സെൻ്ററൊക്കെ നോക്കിയപ്പോൾ പ്രോ FX അവർ റെഫർ ചെയ്ത് പറയുന്നത് അഭിഷേക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു സർവീസ് സെൻ്ററിനെയാണ് കൊച്ചിയിലുള്ള. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ പയനീർ, ഓങ്ക്യോ അങ്ങനെയുള്ള മോഡൽസിൻ്റെയൊക്കെ സർവീസ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി സർവീസ് സെൻ്ററാണ്. അപ്പോൾ വാറൻറ്റി റീപ്ലേസ്മെൻറ്റും ഒന്നും എനിക്ക് തോന്നുന്നില്ല, പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മളൊരു തേർഡ് പാർട്ടി സർവീസ് സെൻ്ററിനായിട്ട് ഇവർ വഴി ഡീൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബഡ്ജറ്റ് കൂട്ടിയാൽ പോൾക്കിൽ നിന്ന് തന്നെ നമുക്കൊരു 28,000 സിഗ്ന S4 എന്ന് പറഞ്ഞ മോഡൽ കിട്ടും. അപ്പോൾ ഇതൊരു 3.1.2 സൗണ്ട് ബാറാണ്. ഇതിൽ 3D ഓഡിയോ കിട്ടും, ഡോൾബി അറ്റ്മോസ് കിട്ടും, DTS-X കിട്ടും, വയർലെസ് സബ്വൂഫറാണ്, ERC ഉണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ നല്ല ഫീച്ചേഴ്സും ഇതിൽ ഈ മോഡലിലുണ്ട്. മീഡിയം ടു ഒരു ലാർജ് റൂംസിന് ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ സർവീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ റീഅഷ്യൂറിങ് അല്ല. ഇനി സാംസങ്ങിൻ്റെ സൗണ്ട് ബാറുകൾ നോക്കിയാൽ സാംസങ് B555E, B550 XL മോഡൽ അധികം ആൾക്കാരും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 23,000 ആണ് ഇതിൻ്റെ ഒരു റേഞ്ച്. മൂവീസിനും ഒക്കെ കുഴപ്പമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് ആ ഒരു മിഡും വോക്കൽസും ഒന്നും റിഡ്യൂസ് ചെയ്യുന്നില്ല. ബേസ് ഹെവി ആണെങ്കിൽ പോലും വെർച്വൽ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. പക്ഷേ ഈ മോഡലിൽ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഒരു മദർ ബോർഡ് ഇഷ്യൂ എല്ലാവരും പറയുന്നുണ്ട്. ഇതിൻ്റെ മൊഡ്യൂളിൽ ഈ മോയ്സ്ചർ വളരെയധികം മറ്റേ അബ്സോർബ് ചെയ്തിട്ട് കേസിങ്ങിൻ്റെ ഉള്ളിൽ വന്നിട്ട് മദർ ബോർഡ് എഫക്റ്റ് ആവുന്നുണ്ട് എന്നാണ് കുറച്ച് കസ്റ്റമേഴ്സ് പറയുന്നത്. അപ്പോൾ മദർ ബോർഡ് പോയി കഴിഞ്ഞാൽ ഒരു 10,000 രൂപയാണ് അവർ സാംസങ് സർവീസ് സെൻറ്റർ കോസ്റ്റ് കോട്ട് ചെയ്യുന്നതെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾ എടുക്കണ്ട. ഞാൻ ഈ മോഡൽ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല റിവ്യൂവേഴ്സും ഈ മോഡലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മോഡൽ നിങ്ങൾ കാണുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ എളുപ്പമാണല്ലോ ഇത് എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മദർ ബോർഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പിന്നെയുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ 29,000 യമഹ കമ്പനിയുടെ യാസ് YAS209 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അപ്പോൾ ഇത് നല്ല ക്ലാരിറ്റിയും സൗണ്ട് സ്റ്റേജും ഒക്കെ ഉണ്ട്. അലക്സ വോയിസ് കൺട്രോൾ ബിൽറ്റിനാണ്. പിന്നെ DTS, വെർച്വൽ എക്സ്, പിന്നെ വെർച്വൽ 3D സറൗണ്ട് സൗണ്ട്, വയർലെസ് സബ്വൂഫർ, ERC അങ്ങനെയുള്ള എല്ലാ കണക്ടിവിറ്റി ഓപ്ഷൻസും ഉണ്ട്. പിന്നെ സൗണ്ട് സിഗ്നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഓഡിയോ ഫയൽ ഗ്രേഡ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ ഒരു ബേസ് ഓവർ പവറിംഗ് ആണ് ഹൈ വോളിയത്തിൽ, പക്ഷേ എങ്കിൽ പോലും ഡീൽ ബ്രേക്കർ അല്ല. ഇതും നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ. ഇനിയിപ്പോൾ സർവീസ് സെൻറ്ററിൻ്റെ കാര്യം എടുത്താൽ കേരളത്തിൽ ഏഞ്ചൽ ഇലക്ട്രോണിക്സും മ്യൂസിക് സോൺ എന്നുള്ള ഒരു 2 സർവീസ് സെൻ്ററാണ് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊച്ചിയിൽ. അപ്പോൾ ഇത് യമഹൻ്റെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമാണോ ഇവർ സർവീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു താപ്പാനുണ്ട്, ലോജിടെക് Z906. കുറേ കാലമായിട്ടുള്ള ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു പ്രായമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല പവർ ഔട്ട്പുട്ടാണ്. THX സർട്ടിഫൈഡ് 5.1 സിസ്റ്റമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുക. ഒരു വലിയ പോരായ്മ എന്താ വെച്ചാൽ ഇതിന് HDMI പോർട്ടില്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു മോഡൽ ആയതുകൊണ്ട് HDMI പോർട്ടില്ല. ഒപ്റ്റിക്കൽ പോർട്ട് മാത്രമേ ഒരു യൂസ്ഫുൾ ആയിട്ട് വരുള്ളൂ. പിന്നെ ഡോൾബി ഡിജിറ്റലും ഇല്ല. പിന്നെ ഈ പ്രൈസ് റേഞ്ചിലുള്ളത് സോണീൻ്റെ HD SR40 എന്ന് പറഞ്ഞ മോഡലാണ്. നേരത്തെ പറഞ്ഞ SR20യേക്കാളും ഒരു 9,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് പാർഷ്യലി വയർലെസ് ആയിട്ടുള്ള റെയർ സ്പീക്കറുകൾ കിട്ടും, സറൗണ്ട് സ്പീക്കറുകൾ. പിന്നെ ഡോൾബി ഡിജിറ്റലും കിട്ടും. 600 വാട്ടുള്ള കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഒരു പ്രായം തോന്നിക്കുന്ന ഒരു ഓൾഡായി തുടങ്ങിയിട്ടുണ്ട്. ഔട്ട്ഡേറ്റഡ് ലുക്കൊക്കെയാണ്. ഓഫർ ടൈമിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു ബഡ്ജറ്റിൽ ഇത് സ്വന്തമാക്കാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 30,000 രൂപയുടെ ഒരു പ്രൈസ് റേഞ്ചിൽ എത്തി നമ്മൾ. അപ്പോൾ ഇവിടെ LGയുടെ ഒരു നല്ല മോഡൽ ഇരിപ്പുണ്ട്, SP8A. ഒരു 3.1.2 ചാനൽ സൗണ്ട് ബാറാണിത്. നല്ല വോക്കൽസും ബേസും ഒക്കെയാണ് ഇതിന്. LGയുടെ പുതിയ 2024 മോഡൽസ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു മോഡലിന് ഡോൾബി അറ്റ്മോസ് ഉണ്ട്. തരക്കേടില്ലാത്ത ബേസും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. ഇത് നല്ല ഒരു ഓപ്ഷനാണ്. ഒരു 5,000 കുറച്ചാൽ ഒരു 25,000 LGയുടെ വേറൊരു മോഡലായ S65TR 600 വാട്ട് 5.1 ചാനൽ എന്നുള്ളൊരു മോഡലും നിങ്ങൾക്ക്
നിങ്ങൾക്ക് കിട്ടും. അതും ആക്ച്വലി കൺസിഡർ ചെയ്യാം. ഇതൊക്കെയാണ് ഒരു 30,000 റേഞ്ചിൽ എനിക്ക് തോന്നിയ നല്ല ഓപ്ഷൻസ്. കുറച്ച് ബഡ്ജറ്റ് കുറച്ചും കൂടെ പുഷ് ചെയ്താൽ നിങ്ങൾക്ക് സോണീൻ്റെ HT-G700 ആ ഒരു മോഡലും ഉണ്ട് കേട്ടോ. സറൗണ്ട് സ്പീക്കേഴ്സ് ഇല്ല, പക്ഷേ അറ്റ്മോസ് അപ്വേർഡ് ഫയറിംഗ് സ്പീക്കേഴ്സ് ഇതിൽ കിട്ടും. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം, 10,000 റേഞ്ചിലുള്ള ഇന്ത്യൻ വൈറ്റ് ലേബിൾഡ് ബ്രാൻഡ്സോ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. വാട്ട്സും ഫീച്ചേഴ്സും ഡോൾബിയും ഒക്കെ പ്രോമിസ് ചെയ്യുമെങ്കിലും ലോങ് ടേം സർവീസസ്, സ്പെയർസ് റിലയബിലിറ്റി, വോയിസിലും ഡയലോഗിലുള്ള ക്ലാരിറ്റി മിസ്സിംഗ്, ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ തീരെ ബഡ്ജറ്റ് കൂട്ടാൻ പറ്റില്ല എന്നാണെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ സാംസങ്ങിൻ്റെ T42E XLO അല്ലെങ്കിൽ ക്രിയേറ്റീവിൻ്റെ സ്റ്റേജ് V2 2.1 സൗണ്ട് ബാറിനോ നിങ്ങൾ പോകുക. പക്ഷേ ഡോൾബി ഓപ്ഷൻ ഒക്കെ കാണാൻ കുറവാണ്. പിന്നെ ഒരു 10,000 മുതൽ 20,000 രൂപ വരെ നോക്കിയാൽ സോണി HD-SR20 അല്ലെങ്കിൽ പോൾക്കിൻ്റെ സിഗ്ന S3 മോഡൽ എടുക്കുന്നതാണ് നല്ലത്. പോൾക്കിൻ്റെ സർവീസ് അത്ര ഒരു ഉറപ്പില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനിയും ബഡ്ജറ്റ് ടൈറ്റ് ആണെങ്കിൽ, പിന്നെ ഒരു 25,000 ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു ബഡ്ജറ്റ് എങ്കിൽ സോണീൻ്റെ നേരത്തെ പറഞ്ഞ പോലെ HT-SR40 അല്ലെങ്കിൽ LGൻ്റെ സൗണ്ട് ബാർ S65TR എടുക്കാം. 30,000 വരെ പുഷ് ചെയ്യാമെങ്കിൽ നല്ലതാണ്. LG SP8A ആണ് ഇതിന് പറ്റിയ നല്ലൊരു മോഡൽ, ഒരു 30,000 റേഞ്ചിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സൗണ്ട് ബാർ ഹണ്ടിന് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും താഴെ നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആരെങ്കിലും സൗണ്ട് ബാർ എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോ.